Hello, let's talk about a poem, Doors of Daring, written by Henry Van Dyke Jr. Henry Van Dyke Jr. was an American poet. പോയറ്റ് മാത്രമായിരുന്നില്ല, ഹി വാസ് എ ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആൻഡ് ഓൾസോ ആൻ എസ്സേയിസ്റ്റ്. ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് ഞാൻ നിങ്ങളുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നിങ്ങൾ മൗണ്ടൻസ് കണ്ടിട്ടുണ്ടോ? മൗണ്ടൻ എന്ന് പറഞ്ഞാൽ വലിയ മല കണ്ടുണ്ടോ? ആ വലിയ മലയുടെ മുകളിൽ കയറിയിട്ടുണ്ടോ? അവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പം നിങ്ങൾക്ക് എന്തൊക്കെയായിരിക്കാം കാണാൻ പറ്റുന്നത്? ഒന്നാലോചിച്ച് നോക്കി, എന്ത് ഭംഗിയായിരിക്കും അല്ലേ? ആ ഭംഗി എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുമോ? ഇല്ല. പറഞ്ഞു കേൾക്കുന്നവർക്ക് ആസ്വദിക്കാൻ പറ്റില്ല. മലയുടെ മുകളിൽ കയറി നിന്നിട്ട് ആ ഭംഗി സ്വന്തമായിട്ട് കണ്ട് ആസ്വദിക്കുന്നവർക്ക് മാത്രമേ അത് എത്രത്തോളം ബ്യൂട്ടിഫുൾ ആണെന്ന് മനസ്സിലാവൂ. അത്രയ്ക്ക് ധൈര്യത്തോടെ നമ്മൾ ആ മലയുടെ മുകളിൽ കയറിയേ പറ്റൂ എന്ന് നമ്മളൊരു ഡിസിഷൻ എടുക്കുമ്പോഴാണ് നമുക്ക് ആ ഭംഗി ആസ്വദിക്കാനായിട്ട് പറ്റുന്നത്. ഇത് മലയുടെ കേസ് മാത്രമല്ല കേട്ടോ, എല്ലാ കാര്യത്തിലും ലൈഫിന് പല പല ചാലഞ്ചസ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വരും. ഈ ചാലഞ്ചസ് ഒക്കെ കണ്ട് നിങ്ങൾ പേടിച്ചു നിന്നാലോ? ഒന്നും നടക്കത്തില്ലല്ലേ? ഈ ചാലഞ്ചസ് കണ്ടിട്ട് നിങ്ങൾ പേടിക്കാതെ അതിനെയെല്ലാം ഫൈറ്റ് ചെയ്ത് ഐ ക്യാൻ ഡൂ ദാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്വന്തമായിട്ട് മോട്ടിവേറ്റ് ഒക്കെ ചെയ്തിട്ട് ആ സ്ഥലത്ത് നിങ്ങൾ എവിടെയാണോ വിചാരിക്കുന്നത് ആ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ വെച്ച് നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് നന്നായിട്ട് ആസ്വദിക്കാനായിട്ട് പറ്റും. ഇതിനെയൊക്കെ പറ്റിയിട്ടുള്ള ഒരു പോയമാണ് ഡോഴ്സ് ഓഫ് ഡെയറിങ് എന്ന് പറയുന്നത്. നോക്കിയാലോ? The mountains that enfold the vale with walls of granite, steep and high, invite the fearless foot to scale their stairway towards the sky. ഇതിനകത്ത് വെയിൽ എന്ന് പറഞ്ഞാൽ വാലി എന്നാണ്. വെയിലിനെ എൻഫോൾഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പൊതിങ്ങി പിടിക്കുക, കവർ ചെയ്യുക. വാലീസിനെ കവർ ചെയ്ത് ചുറ്റും മൗണ്ടൻസ് ഉണ്ട്. ഇതിൻ്റെ വാൾസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തിക്കാണ്, ഗ്രാനൈറ്റൊക്കെ വെച്ചിട്ടുണ്ടാക്കിയതാണ്. അത്രയ്ക്ക് കട്ടിയുള്ള അതിൻ്റെ തിക്കായിട്ടുള്ള വാൾസ് ഉണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ കുത്തനെയുള്ള ഭയങ്കര നീളത്തിലാണ് മൗണ്ടൻസ് കണ്ടിട്ടുണ്ടല്ലോ, ഭയങ്കര നീളത്തിൽ കുത്തനെയുള്ള ഹൈറ്റിലാണ് നമ്മളുടെ മൗണ്ടൻസിനെ കാണാൻ പറ്റുന്നത്. ഓൾസോ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള വാൾസ് ആണ് നമ്മളുടെ മൗണ്ടൻസിനുള്ളത്. ഇൻവൈറ്റ് ദ ഫിയർലെസ് ഫുഡ് ടു സ്കെയിൽ. അങ്ങനെ ധൈര്യമില്ലാത്തവർക്കൊന്നും അതിൻ്റെ മുകളിലോട്ട് കയറാൻ പറ്റത്തില്ല. ആൻഡ് ദസ് ദ മൗണ്ടൻ ഇൻവൈറ്റ്സ് ദ ഫിയർലെസ് ഫുഡ്സ്. അങ്ങനെ പേടിയൊന്നും ഇല്ലാത്ത ആൾക്കാരുടെ കാലുകൾ വെച്ചിട്ട് അവർ കയറി വരട്ടെ. ഫിയർലെസ് ഫുഡ്സ് എന്ന് പറയുന്നത് ധൈര്യമുള്ള ഡെയറിങ് ആയിട്ടുള്ള മനുഷ്യന്മാർ കയറി വരട്ടെ. അവർ വന്നിട്ട് എൻ്റെ ഹൈറ്റ് എത്രയാണെന്നൊക്കെ, അത് എത്ര ഹൈറ്റ് ഉണ്ടോ അത്രയും ഹൈറ്റിൽ കയറി വരട്ടെ എന്നാണ് പറയുന്നത്. അങ്ങനെ ധൈര്യമില്ലാത്തവർക്കൊന്നും എൻ്റെ ഹൈറ്റിലേക്കൊന്നും എത്താനായിട്ട് പറ്റത്തില്ല. ദെയർ സ്റ്റെയർവേ ടുവേർഡ് ദ സ്കൈ. മുകളിൽ ആകാശമാണ്, ആകാശത്തിലേക്ക് പോകുന്ന ഒരു സ്റ്റെപ്പ് പോലെയാണ് ഈ മൗണ്ടൻ എന്ന് പറയുന്നത്. ഈ മൗണ്ടനിലൂടെ ഇങ്ങനെ കയറി അതിൻ്റെ മുകളിൽ ക്ലൈംബ് ചെയ്താണ് അവസാനം നിങ്ങൾക്ക് ആകാശത്തിൻ്റെ അറ്റം വരെ എത്തുമെന്നാണ് പറയുന്നത്. അപ്പം അത്രയൊക്കെ കയറാനായിട്ട്, അത്ര ഹൈറ്റിൽ പോകാനായിട്ട് ചെറിയ ധൈര്യമൊന്നും പോരാ, ഭയങ്കര ഫിയർലെസ് ആയിട്ടുള്ള ആൾക്കാർ വിചാരിച്ചാലേ അങ്ങ് എത്തത്തുള്ളൂ. രണ്ടാമത്തെ സ്റ്റാൻസ. The restless, deep, dividing sea that flows and foams from shore to shore calls to its sunburned chivalry, push out, set sail, explore. ആദ്യമേ നമ്മൾ മൗണ്ടൻ്റെ കാര്യം പറഞ്ഞു. രണ്ടാമതായിട്ട് പറയുന്നത് കടലിൻ്റെ കാര്യമാണ്. കടലിന് ഭയങ്കര ആഴമല്ലേ, അതുപോലെ തന്നെ എപ്പോഴും ഇങ്ങനെ തിരയടിച്ചുകൊണ്ടേയിരിക്കുവാണ്. ഒരു ജോലി ചെയ്ത് തളരാതെ വീണ്ടും തിരയടിച്ചുകൊണ്ടേയിരിക്കുകയാണ്, ജോലി എടുത്തുകൊണ്ടേയിരിക്കുന്ന സീ ഭയങ്കര റെസ്റ്റ്ലെസ് ആയിട്ടുള്ള, ഡീപ്പായിട്ടുള്ള, ഡിവൈഡിങ് ആയിട്ടുള്ള സീ. കരയും കടലും ഒക്കെ തമ്മിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന ആ ഒരു സീയിൽ തിരമാല ഓരോ കരയിൽ അടിച്ചുകൊണ്ടേയിരിക്കുവാണ്. ഒരിടത്ത് ഫോം ചെയ്യുന്ന തിരമാല കുറച്ച് കഴിയുമ്പം ആ കരയിലേക്ക് എത്തും. അപ്പം ആ ഇങ്ങനെ ഒഴുകി ഫോം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ഷോറിലേക്ക് അടിച്ചുകൊണ്ടേയിരിക്കുന്ന കടല് അവസാനം ഒരാളെ വിളിക്കുന്നുണ്ട്. ആരെയാണ് വിളിക്കുന്നത്? ഷിവൽറസ് ആയിട്ടുള്ള
സെയിലേഴ്സിനെയാണ് വിളിക്കുന്നത്. ഷിവൽഡറി എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ മീനിങ്? ഷിവൽഡറി എന്ന് പറഞ്ഞാൽ കറേജിയസ് ആയിട്ടുള്ള, ഒന്നും പേടിക്കാത്ത, വളരെയധികം ധൈര്യശാലികളായിട്ടുള്ള സെയിലേഴ്സ്, കടലിലൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാർ, കപ്പലോടിക്കുന്ന ആൾക്കാർ. നിങ്ങൾ വരൂ, നിങ്ങൾ ഈ റെസ്റ്റ്ലെസ് ആയിട്ടുള്ള, ഡിവൈഡിങ് ആയിട്ടുള്ള, ഡീപ്പായിട്ടുള്ള സീക്കകത്തൂടെ യാത്ര ചെയ്യൂ. പുഷ് ഔട്ട്, സെറ്റ് സെയിൽ, എക്സ്പ്ലോർ. നിങ്ങൾ ഈ കടലിൻ്റെ മുകളിലൂടെ ധൈര്യത്തോടെ യാത്ര ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് കടൽ നിങ്ങളെ വിളിക്കുന്നുണ്ട്. നേരത്തെ മൗണ്ടൻ ആണ്, ഫിയർലെസ് ആയിട്ടുള്ള, ഫുട്ട് വരൂ, എന്നിട്ട് കയറി പോകൂ, എൻ്റെ മുകളിലേക്ക് എത്തൂ, എന്നിട്ട് ആകാശം കാണൂ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നു. രണ്ടാമത് കടലാണ് വിളിക്കുന്നത്. ആൻഡ് ഓൾ ദ ബാർസ് അറ്റ് വിച്ച് വി ഫ്രെറ്റ് that seem to prison and control are but the doors of daring set ajar before the soul. അതിൻ്റെ മീനിങ് എന്താണ്? നമ്മൾ ഒരുപാട് കഷ്ടപ്പെടും, ഈ സ്റ്റേജ് നമ്മൾ ഒരിക്കലും സർവൈവ് ചെയ്യത്തില്ല എന്നൊക്കെ വിചാരിക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഓൾ ദ ബാർസ് അറ്റ് വിച്ച് വി ഫ്രെറ്റ്, നമ്മൾ വളരെയധികം കഷ്ടപ്പെടും എന്നൊക്കെ വിചാരിക്കുന്ന സ്ഥലങ്ങൾ കാണും. അത് പ്രിസണും കൺട്രോളും ആണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. ഇത് ജയിലാണ്, ഇത് നമ്മളെ കൺട്രോൾ ചെയ്യുവാണ്, നമ്മളെ കഷ്ടപ്പെടുത്തുവാണ്, ഇതൊന്നും ഞാൻ സർവൈവ് ചെയ്യത്തില്ല, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തോന്നുമെങ്കിലും നിങ്ങൾ ധൈര്യശാലിയാണോ? അതാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾ ധൈര്യശാലിയാണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ആ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ, ഇഫ് യു ആർ റെഡി ടു ഹാൻഡിൽ ദാറ്റ് സിറ്റുവേഷൻ ഓൾ ബൈ യുവർ സെൽഫ്, നിങ്ങൾക്ക് അപ്പോഴാണ് ലൈഫ് എൻജോയ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അത്തരത്തിലുള്ള കഷ്ടപ്പാടുകളൊക്കെ നിങ്ങളുടെ മുൻപിൽ തുറന്നിടുക എന്നുള്ളതിനാണ് സെറ്റ് അജാർ എന്ന് പറയുന്നത്. അങ്ങനെ തുറന്നിട്ടേക്കുന്ന എന്തിനാണ്? നിങ്ങൾക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്, ധൈര്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ്.